വലിയ സൂപ്പർ സ്റ്റാറുകളെ ഉപയോഗിച്ച് അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ തണലിൽ PR വർക്കുമായി മുന്നോട്ട് പോകുക എന്ന ഒരു സംഗതി കമ്മികൾ ഈ അടുത്ത കാലത്തായിട്ട് നടത്തി വരുന്നുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മോഹൻലാലിനെ വെച്ച് നമ്മുടെ റൊട്ടി ബാബ ഒരു പടം പിടിച്ചത്. പക്ഷെ അതിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ 8 നില പൊട്ടിച്ച് കൈ കൊടുത്തത് കൊണ്ട് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്, കേട്ടില്ല. എനിക്ക് പക്ഷെ നല്ല ഭയങ്കര ഒന്ന് വിട്ടു നടന്നോ, നമ്മൾ പറ്റും കാണിക്കാം. ഒരുത്തിന്റെയും അറിവോടുകൂടി അവരെ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ കിട്ടില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു. എനിക്ക് അതിന്റെ ദാഹം തീർക്കണം. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് മമ്മൂട്ടിയെ വയനാട് തടഞ്ഞത്. അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കനാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി ജാടയാതാ ഇതാ സാമൂഹ്യ പ്രതിബദ്ധത കമ്മിയാണെന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് അങ്ങേര് പ്രവർത്തിക്കേണ്ട രീതിയിൽ അങ്ങ് പ്രവർത്തിച്ചു കളയും. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. ലൈവായിട്ട് തേയുക എന്നൊക്കെ പറഞ്ഞാൽ അതാ ഇതാണ്. മുഖമൊക്കെ ഉജാലെ മുക്കിയെടുത്ത് ഉണക്കിയതുപോലല്ലായിരുന്നോ? എന്ത് പെട്ടെന്ന് അമാവാസി വന്ന് കേറിയത്. ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. ഈ സിദ്ദിഖിനെ ആളെ വെച്ച് കൂവിച്ചപ്പോ അത് കേട്ടപ്പോ വല്ലാത്തൊരു നിർവൃതി അടയുന്നത് കണ്ടായിരുന്നല്ലോ കമ്മികളെല്ലാരും. ഇപ്പോ അതിന്റെ ഇരട്ടിയിലധികം നിർവൃതി കിട്ടി കാണും എന്ന് കാവ്യനീതി കരുതുന്നു. അല്ലാതെ തമാശയൊന്നുമല്ല, നല്ല സീരിയസ് ആയിരുന്നു. പിന്നെ ഈ കാണിച്ചത് മമ്മൂട്ടി ആയതുകൊണ്ട് കുറെ ആളുകൾ അംഗീകരിക്കുന്നു. സുരേഷ് ഗോപി വല്ലതും ആയിരുന്നെങ്കിൽ ഇയാൾക്കെന്തൊരു ജാടയാ, ഇയാൾക്കെന്തൊരു അഹങ്കാരം, ആ നാട്ടുകാരുടെ കാശിനാ ഷർട്ട് അലക്കി തേക്കിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയേനെ. സാറില്ല